السلام عليكم ورحمة الله وبركاته. الحمد لله وحده حمدا يوافي نعمه يقافي مزيدا، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് SKSM സിറ്റി യൂണിറ്റിലെ ഭാരവാഹികളെ, കേന്ദ്ര സമിതിയിലെ ഭാരവാഹികളെ, സദസ്സിലുള്ള ഗണ്യ വ്യക്തിമാരെ, സദസ്സിന് മുന്നിലുള്ള എല്ലാ സഹോദരന്മാരെ, സഹോദരിമാരെ, ഹിരിയായങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുരെ ഫളല് കൊണ്ടുത്തു, ഔദാര്യ കൊണ്ടുത്തു, കാരുണ്യ കൊണ്ടുത്തു. പടച്ച റബ്ബു അല്ലാഹുരെ ദീന് ചെൽറെ, അത് പഠിക്കരെ ഈ മഹത്തായ സദസ്സിൽ കൂടെ ഗുണക്ക് തൗഫീക്ക് തന്നതുപോലെ നാളെ പരലോകത്തിൽ മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ളതായ ലോകത്തിൽ അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങൾ നിന്ന് മരണപ്പെട്ട ഞങ്ങളെ സഹോദര സഹോദരിമാർക്കും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസുലു അവൻ്റെ സ്വർഗഭവനത്തന്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയോ സഹകരിച്ച് സഹായിച്ച് എല്ലാ ആൾമാർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്തു അനുഗ്രഹിക്കട്ടെ. സ്വാഗത ഭാഷണൽ കേട്ടതുപോലെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം ആരെയും വിമർശനാക്കുകയല്ല, ആരെയും വ്യക്തി നിന്ദനാക്കുകയല്ല. ഏതൊരു സംഘടനരമ പ്രസ്ഥാനത്തിരമ ദൂരകുബേനായിച്ചല്ല. അല്ലാഹുരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുരെ നൈജമായിട്ടുള്ളതായ സന്ദേശ ഹക്കായ നിലക്ക് എന്തും ഞങ്ങളെ പകൽ കൂട്ടാമാറ്, എന്തും ഞങ്ങളെ പകൽ കൊറടിയാക്കാമാറ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുരെ നൈജമായിട്ടുള്ളതായ സന്ദേശ എത്തുപാട്ടണു ചെല്ലുന്നതായ ഒരേ ഉദ്ദേശമായി തിക്കറ് ഈ പ്രോഗ്രാം ഒരു മുഖ്യ ലക്ഷ്യ ഉദ്ദേശം. കാരണം ഈ ദുനിയാവിൽ നിന്ന്
ഈ താത്കാലികമായിട്ടുള്ള ഈ ടെമ്പററി ജീവിതത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചിട്ട് പോകണം. ആർക്കും ഈ ദുനിയാവ് ശാശ്വതല്ല. മരണ ഏത് സന്ദർഭത്തിലും ഏത് സെക്കൻഡിലും ഏത് നിമിഷത്തിലും ബന്ധെത്തും. മരണത്തിക്ക് മൗത്തുകു ബാല്യത്തിരെ കണക്കില്ല, മൗത്തുകു യൗവനത്തിരെ കണക്കില്ല, മൗത്തുകു വാർദ്ധക്യത്തിരെ കണക്കില്ല, മൗത്തുകു രോഗത്തിരെ അകറ്റിയില്ല, മൗത്തുകു അനാരോഗ്യത്തിരെ അകറ്റിയില്ല. ഏത് സമയത്തിലും അല്ലാഹുവിന്റെ തീരുമാന പ്രകാര മലക്കുൽ മൗത്ത് ഞങ്ങളെ ആത്മാവുരെ ഞങ്ങളെ റൂഹുരെ പിടിക്കൂ, ഞങ്ങളെ മുന്നിലെത്തും. അല്ലാഹു ഖുർആനിൽ ചെന്നതുപോലെ നഅ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങളെ ഇടയിൽ ഞങ്ങ മരണത്തിരെ ഡിക്ലെയർ ആക്കിറ, തീരുമാനാക്കിറ. വമാ നഅ്നു ബിമസ്ബൂഖീൻ, അതെന്ന് മുന്നോളിട്ടതായ വിഷയമില്ല. അല്ലാഹു നിശ്ചയിച്ചതായ ടൈമിലു, അല്ലാഹു നിശ്ചയിച്ചതായ നാളില്, അല്ലാഹു തീരുമാനിച്ചതായ ജാഗല്, അല്ലാഹു തീരുമാനിച്ചതായ ഏത് ജാഗല് എപ്പവും ഞങ്ങൾ മരണത്തിനെ നേരിടണ കഴിച്ചു വരും. ആ മരിക്കുന്ന സന്ദർഭത്തില് ഈമാനോട് കൂടിയിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിയിട്ട് മരിക്കണം. ആ ശുഭവാർത്ത കിട്ടിയിട്ട് മുഅ്മിനായ നിലക്ക് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഹൃദയത്തിലെ അന്തരാളത്തിൽ നിന്ന് ഉച്ചരിച്ചിട്ട് മുഅ്മിനായിട്ട് മരിക്കുക സൗഭാഗ്യ കിട്ടെങ്കിൽ മാത്രം മരണാനന്തര ജീവിത ഞങ്ങൾക്ക് നെമ്മദിക്കറോ, മരണാനന്തര പരലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് നെമ്മദിക്കറോ, ബർസക്കിയായിട്ടുള്ളതായ ഖബർ ജീവിതത്തിൽ ഞങ്ങൾക്ക് നെമ്മദിക്കറോ. ഞങ്ങളെ വിശ്വാസ സമായില്ലെങ്കിൽ, ഞങ്ങളെ പ്രവൃത്തി സമായില്ലെങ്കിൽ, ഞങ്ങളെ സ്വഭാവ സമായില്ലെങ്കിൽ, ഞങ്ങളൊട്ടിಗೆ പരലോകത്തുള്ളതായ മുതലിന്നില്ലെങ്കിൽ, അമല് സ്വാലിഹത്ത് ഇന്നില്ലെങ്കിൽ, ഞങ്ങളൊട്ടിಗೆ എന്തു ഇല്ലെങ്കിൽ, ഞങ്ങൾക്ക് ബേനായിട്ട് ആറ് എന്തുമാക്കിത്ത് എന്തൊരു ഫായിദയില്ല. ഒരാളും നാളെ പരലോകത്തിൽ എത്തുമ്പത്തുകൂ അല്ലാഹു ഖുർആനിൽ ചെന്നതയച്ചിക്കര്, ഒരാളും മുട്ടച്ച കുടുംബത്തെ ആൾമാർ അബ്ബ മക്കകും മക്ക അബ്ബ ഉമ്മകും പെഞ്ഞായി മാപ്പിളകും മാപ്പിളെ പെഞ്ഞായിക്കും ഒരാൾക്കും കൂട്ടുനിൽക്കുകയില്ലാത്തതായ, ഒരാൾക്കും ഒരാളെയും റെക്കമെൻഡാക്കാവാത്തതായ, ഒരാൾക്കും അമൽ എടുത്തു കൊടുക്കുക സാധ്യയില്ലാത്തതായ, പ്രതി ഒരാളും നഫ്സി 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 സ്വന്ത നഫ്സിനെ മാത്രം നെനപ്പാക്കിത്ത് അട്ടഹസിക്കുന്നതായ ഭീകരമായിട്ടുള്ളതായ അല്ലാഹുരെ പാരതീകമായിട്ടുള്ളതായ പരലോകത്തിൽ വിജയിക്കും. ആ വിജയിക്കൊന്നുണ്ടായെങ്കിൽ ഈ ദുനിയാവിൽ പടച്ച റബ്ബ് ഞങ്ങൾക്ക് തന്നതായ ആയുസ് അത് ചുരുങ്ങിയതായിട്ടിക്കറ്, അത് അമൂല്യമായിട്ടിക്കറ്, അമൂല്യത്തിൽ നിന്ന് അമൂല്യമായിട്ടിക്കറ്. ഞങ്ങളെ ലൈഫിലു ഞങ്ങളെ ജീവിതത്തില് കഴിഞ്ഞു പോണ്ടതായ ഒരു സെക്കൻഡ് പോലും കോടിക്കണക്കിന് വില കൊടുത്തിട്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു തന്ന വലിയ ഒരു സൗഭാഗ്യ ഞങ്ങളെ ആയുസ് അജൽ ഇണ്ടത്തെ ഒരു നാൾ ഞങ്ങൾക്ക് ജീവിക്കുക റബ്ബു ഈ ഭൂമിയില് തൗഫീക്ക് തന്നിട്ടെങ്കിൽ ഇതിനെ കാട്ടി വലിയതായ ഭാഗ്യം എന്തും ഇല്ല, ഇതിനെ കാട്ടി വലിയതായ സൗഭാഗ്യം എന്തും ഇല്ല. നാളെ സുബയോല ഈ ഭൂമിയിൽ പടച്ച റബ്ബ് ഞങ്ങൾക്ക് ജീവിക്കുള്ളതായ ആയുസ് തന്നിട്ടെങ്കിൽ ഇതിനെ കാട്ടി വലിയതായ സൗഭാഗ്യം എന്തിനുണ്ട്.
ಪ್ರತಿ ಓರೋರ್ತരും ಸ್ವಂತ ನಫ್ಸಿಗೆ ಕೈ വെച്ചിട്ട് ചിന്തിക്കണായത് പടച്ച റബ്ബ് നക്ക് തന്നതായ ആയുസ് അവനവന്റെ ആയുസിനെ ഒന്ന് ചിന്തിച്ചെങ്കിലുമായി ನಾನು ನನ್ನ ಆಯುಸ್ಸಿನ ಚಿಂತನಾಕ್ಯಂಗ್ಲಮಯ್ಯವು ನಕ್ಕ 44 ವರ್ಷ പൂർത്തിയായിട്ട് ഈ 44 വർഷത്തില് നാളെ നാണ് മരിച്ചു പോയെങ്കില് നന്റെ മരണാനന്തര ഉള്ളതായ ജീവിതത്തിക്ക് ഈ ശാശ്വതമായിട്ടുള്ളതായ ലോകത്തിക്ക് ഞാൻ എന്തിനെ സമ്പാദിച്ചു വെച്ചിര് നന്റെ ഒട്ടിಗೆ സ്വർഗത്തിക്ക് പോകുക എന്തായിച്ചിക്കറ അമലുള്ളത് നാളെ പരലോകത്തിൽ അല്ലാഹുവിന്റെ ഹിസാബ് അല്പമായിട്ട് സ്വർഗത്തിക്ക് പോകും എൻ്റെ ഒട്ടിಗೆ എന്തായിച്ചിക്കറ അമലുള്ളത് ചെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലുമായി അതേപോലെ ഈ കൂടിയതായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ആയുസ്സിന്റെ വിഷയത്തിൽ ചിന്തിച്ചിട്ടെങ്കിൽ കഴിഞ്ഞു പോയതായ ആയുസ്സിന്റെ വിഷയത്തിൽ ഒന്ന് ചിന്തിച്ചിട്ടെങ്കിൽ നിങ്ങളെ സ്വന്തം നഫ്സിനെ നിങ്ങൾക്ക് ഒന്ന് ആത്മ അവലോകനാക്കുകയാവും അതുകൊണ്ടു കഴിഞ്ഞു പോയത് തിരിച്ചു കിട്ടുകയില്ല ഇനി ഉള്ളത് അമൂല്യമായി ചിക്കറ് ഇതിനെ നഷ്ടപ്പെടുത്തിരണ്ട ഇതിനെ ദുരുപയോഗപ്പെടുത്തിരണ്ട എത്ര എത്ര ആൾമാരായിട്ടിരിക്കാറ് ആരോഗ്യം ഇല്ലാതെ അനാരോഗ്യത്തില് ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജ് ക്രോസ് ആയിട്ട് ഉറക്കം മരിച്ചിട്ട് കിട്ടിയെങ്കിലും അയ്യാ ഉച്ചന്ത് ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടന്നിട്ട് മരണത്തിനെ പ്രതീക്ഷിക്കുന്നതായ മരണത്തിനെ മല്ലടിക്കുന്നതായ എത്ര എത്ര യുവാക്കളായിട്ടിരിക്കാറ് യുവതിമാരായിട്ടിരിക്കാറ് ഹോസ്പിറ്റലിലെ ഐസിയുവിൽ കിടന്നിട്ട് അട്ടഹസിക്കരുത് അല്ലാഹു തആല നമുക്ക് തന്നതായ നിഅമത്ത് എത്ര ആയിട്ടിരിക്കാറ് ಇದಕ್ಕೆ ಬೆಲೆ ಕಟ್ಟೋಕೆ ಸಾಧ್ಯ ಉಂಟಾ ഞങ്ങളെ തടിയിലുള്ളതായ പ്രതി ഒരു പാർട്സിനെ നോക്കിയിട്ടെങ്കിൽ പ്രതി ഒരു അവയവത്തിനെ നോക്കിയിട്ടെങ്കിൽ വേണ്ട ഞങ്ങളെ തടിക അല്ലാഹു കവറാക്കി തന്നതായ ഞങ്ങളെ ജിൽദ് ഞങ്ങളെ തോലു ഈ തോലുക്ക് ಬೆಲೆ കെട്ടോಕೆ സാധ്യ ഉണ്ടಾ പ്രതി ഒരു നിഅമത്തിനെ ನೆನಪಾಕಿತ್ತು ഇനി ഉള്ളതായ നാളില് അല്ലാഹു ഞങ്ങൾ മടങ്ങണു അതല്ലേ പടച്ച റബ്ബിനൊട്ടിಗೆ നാനും നിങ്ങളും ദൈനംദിനമായിട്ട് ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും നിർബന്ധമായിട്ട് പടച്ച റബ്ബിനൊട്ടിಗೆ ഞങ്ങൾ കേൾക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പടച്ച റബ്ബേ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലു നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ ചേർപ്പാട്ട് റബ്ബേ ദൈനംദിനമായിട്ട് നിസ്കരിക്കുന്നതായ ആൾമാർ ചെല്ലില്ലേ എന്തായിട്ടിക്കറി സിറാത്തുൽ മുസ്തഖീം എന്തായിട്ടിക്കറി സിറാത്തുൽ മുസ്തഖീം മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹു അനുഗ്രഹിച്ചതായ ആൾമാരെ മാർഗ ത്വരീഖും ഫിൽ ജന്ന സ്വർഗത്തുള്ളതായ മാർഗ വേ ടു ജന്ന സ്വർഗത്തുള്ളതായ മാർഗ ഇതല്ല സിറാത്തുൽ മുസ്തഖീം ഇതല്ല അംബിയാക്കന്മാരെ മാർഗ ഇതല്ല സുഹദാക്കന്മാരെ മാർഗ ഇതല്ലേ സിദ്ദീഖീങ്ങളെ മാർഗ ഇതല്ലേ അല്ലാഹു ഇഷ്ടപ്പെട്ടതായ പടച്ച റബ്ബിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ളതായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങൾ കാട്ടിത്തന്ന മാർഗ ആ മാർഗത്തിൽ ആ ത്വരീഖില് സേറുകയായിട്ടല്ലേ നാനും നിങ്ങളും ദൈനംദിനമായിട്ട് പടച്ച റബ്ബിനൊട്ടിಗೆ ദുആ രക്കരുത് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 4ാമത്തെ അധ്യായ സൂറത്തുൻ നിസായിലെ 61ാമത്തെ ആയത്തിൽ അല്ലാഹു ചെന്നില്ലേ എന്തായിട്ടിക്കറ അല്ലാഹു ചെന്നത് വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ അല്ലാഹുവിന്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ ആയിട്ടിക്കർ ഞങ്ങളെ ബഗല് ഒരക്ഷര പോലും ഞങ്ങൾ കൂട്ടിട്ട് ചെല്ലില്ല സലഫിരങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നമാക്ക ഏത് ജാഗലും നിങ്ങൾക്ക് പ്രശ്നമാക്ക കാരണം ഞങ്ങൾ ചെല്ലുന്നത് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൈജമായിട്ടുള്ള സന്ദേശമായിട്ടിക്കർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്തിലെ ചരിത്രയിച്ചിക്കര് ദീനിൽ ഉള്ള വിഷയിച്ചിക്കര് ഞങ്ങളെ ബഗല് ഒരക്ഷര പോലും ഞങ്ങൾ കൂട്ടിട്ട് ചെല്ലില്ല. എന്താ ഇച്ചിക്കർ അല്ലാഹു ഖുർആനിൽ ചെന്ന് സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായ 61-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് വമൻ യുതിഇല്ലാഹ വറസൂല ആരൈത്തിക്രാറ് അല്ലാഹുരെയും അതേപോലെ അല്ലാഹുരെ റസൂലുരെയും അനുസരിക്കരുത്. അല്ലാഹുരെയും അവന്റെ റസൂലുരെയും അനുസരിക്കരുത്. അനുസരണ ചെന്നിട്ടെങ്കിൽ എന്തായിച്ചിക്കറ് അല്ലാഹു എന്തായിച്ചിക്കറ് കൽപ്പിച്ചത് അവന്റെ വിശുദ്ധമായ ഖുർആനില് ഞങ്ങളെ പടച്ചതായ റബ്ബു ഞങ്ങൾക്ക് എല്ലാം തന്നതായ റബ്ബു ഞങ്ങളെ അയാത്തും മൗത്തും നിയന്ത്രണാക്കുന്നതായ റബ്ബു ജീവിതത്തിലെ സകലമാന മേഖലയിലും കടന്നു പോകുള്ളൂ ഞങ്ങൾക്ക് തൗഫീക്ക് തന്നതായ ഞങ്ങളെ റബ്ബു ഞങ്ങൾക്ക് എല്ലാം തന്നതായ ഞങ്ങളെ പടച്ച റബ്ബു ആ അല്ലാഹുരെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ അല്ലാഹുരെ കലാമൈതിക്കറ് ആ ഖുർആനിൽ അല്ലാഹു ചെന്നതുപോലെ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നേതാവായിച്ചിക്കറ് ഞങ്ങളെ ഹബീബായിച്ചിക്കറ് ഞങ്ങ അല്ലാഹു കൽഞ്ഞിട്ടെങ്കിൽ യാരെ ഞങ്ങ പിരിസാക്കു ഉജൂബായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ആളായിത്തിക്കറ് ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിരിസാക്കാത്തവനോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരാത്തവനോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തിനെ കളിയാക്കുന്നവനോ ಅದರ ಪರಿಹಾಸಾಕ್ರವನು ಅದರ ತಮಾಸಾಕ್ರವನು ಅದರ ಡೋಂಗಿಯಾಕ್ರವನು ഒരിക്കലും അവനക്ക് മുഅ്മിനാവുക സാധ്യമേ അല്ല. നന്റെ സഹോദരന്മാരെ സഹോദരിമാരെ നന്റെ ഈ ശബ്ദത്തില് ഇതിരെ ചുറ്റുഭാഗത്തില് ഈ കടവിന ബലി ബംഗരരെ ചുറ്റുഭാഗത്തിൽ വസിക്കുന്നതായ നന്റെ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളൊട്ടിಗೆ ആരെങ്കിലും സലഫിരങ്ങളെ പ്രോഗ്രാമുക്ക് പോകുತ್ತೀರಾ അത് നിങ്ങൾ കേൾക്കുತ್ತೀರಾ അങ്ങലൊട്ടിಗೆ നീങ്ങ കൂട്ടുകൂടുകീറാ അങ്ങ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ സാധാരണ മനുഷ്യ ചിലര ആൾമാർ എത്തിക്கிறாರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മേലെ സലാത്ത് ചലാത്ത ആൾമാർ എത്തിക്கிறாರೆ ഔലിയാക്കന്മാരെ തമാസാക്ര ആൾമാർ എത്തിക്கிறாರೆ അങ്ങലെ കറാമത്തിനെ നിഷേധിക്കുന്ന ആൾമാർ എത്തിക്கிறாರೆ അങ്ക് ദിക്റില്ല ദുആ ഇല്ല മരിച്ചെങ്കിൽ ദുആ ഇല്ല എന്തുമില്ല ചെന്തെ നിങ്ങളൊട്ടിಗೆ ആരെങ്കിലും ചെന്ന് തിന്നിട്ടെങ്കില് നിങ്ങക്ക് കടന്നിട്ട് പറ നിങ്ങക്ക് ഞങ്ങളെ പ്രശ്നക്ക കാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിരിസാക്കാത്തവನು മുഅ്മിനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മേലെ സ്വലാത്ത് ചൊല്ലാത്തവನು മുഅ്മിനല്ല ഔലിയാക്കന്മാരെ മാർഗ സ്വീകരിക്കാത്തവನು മുസ്ലിമല്ല ഔലിയാക്കന്മാരെ കറാമത്തിനെ നിഷേധിക്കുന്നവನು മുഅ്മിനല്ല അതേപോലെ അംബിയാക്കന്മാരെ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നവನು മുഅ്മിനല്ല മാത്രമാ ഹക്കായ നിലക്ക് അല്ലാഹു ഖുർആനിൽ ചെന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയതുപോലെ മഹാന്മാരായ സലഫുസ് സ്വാലിഹീൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നതായ ആ ത്വരീഖല് ആ മാർഗത്തിൽ നിന്നിട്ട് ഞങ്ങൾ പ്രവർത്തിക്കണോ അതായിത്തിക്കറ് ഞങ്ങൾ ചെന്നുകൊണ്ടുള്ളത് അങ്ങനെ വിഷയത്തിലായിത്തിക്കർ അല്ലാഹു ഖുർആനിൽ ചെന്നത് വമൻ യുതിഇല്ലാഹ വറസൂല ആരെങ്കിലും അല്ലാഹുരെയും അവന്റെ റസൂലിനെയും അനുസരണാക്കിയിട്ടെങ്കിൽ അല്ലാഹും അവന്റെ റസൂലും ചെന്നതുപോലെ കേട്ടിട്ടെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം അങ്ങനത്തെ ആൾമാർ നാളെ പരലോകത്തിൽ മരണാനന്തരമായ ശാശ്വതമായിട്ടുള്ളതായ ലോകത്തില് അല്ലാഹ് അനുഗ്രഹിച്ചതായ ആൾമാരെ കൂട്ടത്തിലായിത്തിക്കാറ് അല്ലാഹ് ബഹുമാനിച്ച് അല്ലാഹ് പിരിസാക്കിയതായ ആൾമാരെ കൂട്ടത്തിലായിത്തിക്കാറങ്ങ ആരെ കൂട്ടത്തിലായിത്തിക്കാറങ്ങ മിനൻ നബിയീന അംബിയാക്കന്മാരൊട്ടിಗೆ
മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരായ ആൾമാരല്ല അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരൊട്ടിಗೆ ചിക്രാറ് നാളെ പരലോകത്തില് വസിദ്ദീഖീന സത്യസന്ധന്മാരായ സിദ്ദീഖീങ്ങളൊട്ടിಗೆ ചിക്രാറ് വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുഗു ബേനായിട്ട് അല്ലാഹുരെ ദീനുഗു അല്ലാഹുരെ മാർഗത്തുഗു ജീവന് അങ്ങനെ സ്വത്തു അങ്ങ് സമ്പാദിച്ചത് എല്ലാം അല്ലാഹുരെ മാർഗത്തുഗു ബേനായിട്ട് ബലിദാന കൊടുത്തു ഷഹീദായ ശുഹദാക്കന്മാരൊട്ടിಗೆ നാളെ പരലോകത്തിൽ അയച്ചിക്രാറങ്ങ സ്വാലിഹീങ്ങളൊട്ടിಗೆ അയച്ചിക്രാറ് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വഅസുന ഉലൈക റഫീഖാ. നാളെ പരലോകത്തിൽ അമ്പിയാക്കന്മാരൊട്ടിಗೆ സുഹദാക്കന്മാരൊട്ടിಗೆ സിദ്ദീഖീങ്ങളൊട്ടിಗೆ സ്വാലിഹീങ്ങളൊട്ടിಗೆ കൂടകുള്ളതായ സൗഭാഗ്യ ಅವರು ചങ്ങായിപ്പാട് ಅವರು കൂട്ടുകെട്ട് അത് എത്ര നല്ല കൂട്ടുകെട്ടയച്ചിക്കറ്, അത് എത്ര നല്ല സൗഭാഗ്യ ഉള്ളതായ കൂട്ടുകെട്ടയച്ചിക്കറ്, എന്തൊരു ഭാഗ്യമായിച്ചിക്കറ്. ഇതുക്ക് വേനായിട്ടയച്ചിക്കറ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ കാലത്തോളം ഞങ്ങൾ പരിശ്രമിക്കരുത്. ഇത് ഒരേ ഉദ്ദേശമായിച്ചിക്കറ്. അതായിച്ചിക്കറ് അല്ലാഹുരൊട്ടിಗೆ ഞങ്ങൾ കേൾക്കുന്നത് യഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ച റബ്ബേ സിറാത്തുൽ മുസ്തഖീമുലു നന്നെ നീന് സേർപ്പാട്ട് റബ്ബേ, ഞങ്ങളെ നീന് സേർപ്പാട്ട് റബ്ബേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചതായ, നീ ബഹുമാനിച്ചതായ, നീ ബഹുമാന കൽപ്പിച്ചതായ ആൽമാരെ മാർഗ അതായിത്തിക്കറി ഇപ്പ ചെന്ന് അമ്പിയാക്കന്മാർ, സുഹദാക്കന്മാർ, സിദ്ദീഖീങ്ങ, സുഹദാക്കന്മാർ, സ്വാലിഹീങ്ങ. എന്നിട്ട് അല്ലാഹുരൊട്ടിಗೆ ഞങ്ങൾ കേൾക്കറ ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. നിന്റെ കോപ്പത്തുക്ക് നിന്റെ അരിസത്തുക്ക് വിധേയരായ ആൾമാരെ കൂട്ടത്തിൽ നീന് സേർപ്പാട്ടണ്ട. അതേപോലെ തെറുതപ്പി പോയതായ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന്, ഈ പരിശുദ്ധമായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് തെറുതപ്പി പോയതായ ദലാലത്തിലായി പോയതായ യഹൂദിമാർ, അതേപോലെ നസറാനിമാർ, അങ്ങനെ മാർഗത്തിൽ ഒരിക്കലും നീന് സേർപ്പാട്ടിരണ്ട റബ്ബേ. അത് പേച്ചതയച്ചിക്കറ്, അത് നരകത്തിലയച്ചിക്കറ്. അല്ലാഹു ശപിച്ചതായ ആൽമാറയച്ചിക്കറാറങ്ങ, അല്ലാഹു ശാപ വെച്ചതായ ആൽമാറയച്ചിക്കറാറ്, അല്ലാഹു ലഅനത്തിട്ടതായ ആൽമാറയച്ചിക്കറാറ്. ഒരിക്കലും അങ്ങനെ മാർഗത്തിൽ നീന് ഞങ്ങളെ സേർപ്പാട്ടിരണ്ട റബ്ബേ. എത്ര ആൾമാർ ദുആറക്കാറ് നിസ്കാരത്തിൽ. ദുആർന്നത് കൊണ്ടിട്ട് കാര്യമുണ്ടാ? അതനുസരിച്ചിട്ട് ഞങ്ങൾ ജീവിക്കണ്ടേ? ഇണ്ട് മുസ്ലിം ചെല്ലുന്നതായ സമുദായത്തിന്റെ അവസ്ഥ എത്രത്തോളം എത്തിരിച്ചെന്നിട്ടെങ്കില് യഹൂദിമാരെ മാർഗത്തില്, നസ്രാനിമാരെ മാർഗത്തിൽ ഞങ്ങളെ സേർപ്പാട്ടേണ്ട റബ്ബെ ചെന്ന് ദുആർന്നിട്ട് അതേ മുസ്ലിം ചെല്ലുന്നതായ നാമധാരി ഇണ്ട് ജീവിതത്തിലെ സകലമാന മേഖലയിലും യഹൂദിരെയും നസറാനിരെയും മാർഗത്തിലെ ചാനുക് ചാനായിട്ട് മുളത്തുക മുളമായിട്ട് പിമ്പറ്റുതല ഞങ്ങൾ കണ്ടോണ്ടുള്ളത്. മുസ്ലിമരെ മങ്ങിലത്തെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെ സംസ്കാരമായിട്ട്, മുസ്ലിമരെ ഔത്തുകൾ നടക്കുന്നതായ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെ സംസ്കാരമായിട്ട്, റോഡിലും അതേപോലെ ഷോപ്പിംഗ് മാളിലും മാർക്കറ്റിലും പബ്ലിക് ജാഗലും ഇണ്ട് മുസ്ലിം സമുദായത്തെ ആൾമാർ ആക്രതായ തോന്നിവാസ, ദൂർത്തടി, ഇസ്രാഫ്, അനാചാര നോക്കിയിട്ടുണ്ടെങ്കിലേ ആരെ സംസ്കാരമായിട്ട്. നിങ്ങൾ നോക്കൊരു സഹോദരന്മാരെ, ഇസ്ലാമുര മങ്ങില ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ. ഇസ്ലാം അതിക്ക് എത്ര ബല കൽപ്പിച്ചിരു, എത്ര പ്രാമുഖ്യത്തെ കൊടുത്തിരു. അതൊരു ഇബാദത്തല്ലേ,
അന്നിക്കാഹു സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ് ചെല്ലുന്നത് നന്റെ സുന്നത്തൈത്തിക്കറ്, നന്റെ ചര്യൈത്തിക്കറ്. ഈ നന്റെ ചര്യൈത്തുള്ളതായ സുന്നത്തൈത്തുള്ളതായ നാനു മാത്രല്ല, നക്ക് മുന്നിൽ വന്നതായ എല്ലാ പ്രവാചകന്മാർ അമ്പിയാക്കന്മാർ അങ്ങ മങ്ങിലായങ്ങൈത്തിക്കറാറ്, സന്താന ഉൽപ്പത്തിയാക്കി അങ്ങൈത്തിക്കറാറ്, കുടുംബ ബന്ധ ചേർത്തിയ ആൾമാറൈത്തിക്കറാറ്, വൈവാഹിക ജീവന ദാമ്പത്തിക ജീവന നടത്തിയ ആൾമാറൈത്തിക്കറാറ്. 1400 വർഷத்துக்கு മുന്നലു ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ നിക്കാഹ്, ആ നബിയുടെ ചര്യയിലുള്ളതായ നിക്കാഹ് എത്ര സുന്ദരമായി തിക്കറ്, എത്ര ലളിതമായി തിക്കറ്, എത്ര ബർക്കത്തുള്ളതായി തിക്കറ്. പരിശുദ്ധമായ ഇസ്ലാമുരെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഇബാദത്തായിട്ടുള്ള കർമ്മമായിട്ടുള്ള ഈ നിക്കാഹിരെ, ഈ മങ്ങിൽത്തരെ ഇണ്ട് മുസ്ലിം സമുദായത്തെ ആൾമാർ ആക്കിയത് എന്തായി തിക്കർ? ഏതെല്ലാം നംതിര പേര് വെച്ചിട്ട് മങ്ങിൽത്തിര മുന്നലോ മങ്ങിൽത്തിര പിന്നെ ദൂർത്തടിക്കരുത്. പുതിയ പെണ്ണിരെ പോലും നാനാ നംതിര മേക്കപ്പ് ആക്കിത്ത് പബ്ലിക് സ്റ്റേജിക്ക് കൊണ്ടുവണ്ടതും, അതേപോലെ ബീച്ചിക്ക് കൊണ്ടുവണ്ടതും, അതേപോലെ മൃഗത്തിര പോലെ മാർക്കറ്റിൽ ചുറ്റുപാട്ടതും പബ്ലിക് ഔറത്ത് വെളിവാക്കിത്ത് കൊടുത്തു. ഇസ്ലാമുരെ പെണ്ണുക്ക് കൊടുത്തതായ മൗല്യത്തിരെ, പെണ്ണുക്ക് കൊടുത്തതായ അവകാശത്തിരെ, ഇസ്ലാം പെണ്ണുക്ക് കൊടുത്തതായ സൗന്ദര്യത്തിരെ, ഇസ്ലാം പെണ്ണുക്ക് കൊടുത്തതായ ഇസ്സത്തിരെ ഇണ്ട് അന്യ സമുദായത്തെ ആൾമാർ പോലും നോക്കിത്ത് കളിയാക്കുന്നതായ നാണക്കേടാവുന്നതായ ഒരു പരിസ്ഥിതിക്ക് ഇണ്ട് ഇസ്ലാമുരെ മങ്ങിൽത്തിരെ കൊണ്ടുപോയിട്ട് എച്ചുപാട്ടിയാറ്. ഒരു വാരം മുന്നുള്ള സോഷ്യൽ മീഡിയയിൽ നോക്കുകയത്ത് താള ചെല്ലുന്നതിന്റെ പേരില് മങ്ങിലായ അണ്ടത്തെ ജാവുലോ പുതിയ പെണ്ണിരെ ഔത്തുകു, പുതിയാപ്പിളരെ ചെങ്ങായിമാർ, അവന്റെ റായച്ച ആൾമാർ പാതി ഗಂಟ ജാവുകു, 2 ಗಂಟೆ ജാവു, 1 ಗಂಟೆ ജാവുകു പോയിട്ട് അവിടെ ഉള്ളതായ പന്തൽ പൊടിയാക്കുന്നത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായതയച്ചിക്കർ. അതേപോലെ അവിടെ ഉള്ളതായ ലൈറ്റ് പൊടിയാക്കരുത്. അതേപോലെ പെണ്ണിങ്ങയ്ക്കുമ്പത്തുക്ക് യാതൊരു നാണ ഇല്ലാതെ മര്യാദ ഇല്ലാതെ ഇസ്ലാമുരെ ബേസത്താക്കുകയായിട്ട് പെണ്ണിരെ റൂമുകു, പുതിയാപ്പിളരെ ചങ്ങായിമാർ പാതി ജാവുകു പോയിട്ട് ആ ബെഡ്റൂമിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള തോന്നിവാസത്തിന് വിളിച്ചു തന്നിട്ട് പുതിയാപ്പിളരെ നിങ്ങക്ക് ബുട്ടു തറന്നുണ്ടെങ്കിൽ 1 ಲಕ್ಷ ರೂಪಾಯಿ നിങ്ങക്ക് തന്ത് വേണു ചെന്ന് പുതിയ പെണ്ണിരെ അബ്ബരൊട്ടിಗೆ ഇറക്കുന്നതായ നീചമായിട്ടുള്ളതായ സമ്പ്രദായ ഇണ്ട് മുസ്ലിം ചെല്ലുന്നതായ ബ്യാരി ചെല്ലുന്നതായ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമരെ ഇസ്സത്തിരെ ഹറാജാക്രതാറായിത്തിക്കർ. ലാസ്റ്റ് ഈ പുതിയ പെണ്ണിന്റെ അബ്ബ ഇറക്കര്, ನಾನು ಕಷ್ಟ ಬಂದಿಟ್ಟೆ ಆಲ್ಮಾರೊಟ್ಟಿಗೆ ಕೈ ನೀಟಿತ್ತು ಮೇಂಗಿಟ್ಟು ಜಮಾತ್ಗೆ പോയിട്ട് ಅಂಗಡಿಗೆ പോയിട്ട് ആൽമാരൊട്ടിಗೆ കൈ നീട്ടിട്ട് മേങ്ങിട്ട് കഷ്ടപ്പെട്ടിട്ട് ನನ್ನ മോളെ ನಾನು ബാൽപാട്ടിയതയച്ചിക്കര്. നിങ്ങ ഹറാബാക്കിരണ്ട, നിങ്ങ ನನ್ನ ಬೇಸತ್ತಾಕಿರಂಡ, ನಕ್ಕೆ ಇನಿയും 2 പെൺമക്ക ഉള്ളാറ് ചന്ത് ആ പാതി ജാവുಲು പെണ്ണിര അബ്ബ ഇങ്ങളെ എതിർല് ഇറക്കുകയായിട്ട് ಬಂತು. ഒന്ന് നിങ്ങൾ ആലോചനാക്കിത്ത് നോക്കോർ, എന്ത് സമ്പ്രദായമായിത്തിക്കർ, ആരായിത്തിക്കർ ഈ നീചമായിട്ടുള്ള സമ്പ്രദായത്തിനെ കൊണ്ടുവന്നത്? എന്ത് ഇസ്ലാമായിത്തിക്കർ? ഇൻകും ഇസ്ലാമുകുമായിട്ട് എന്ത് സംബന്ധമായിത്തിക്കറുള്ളത്? അതേപോലെ ഹലദി മങ്ങില ഗുജറാത്തിലെ ഹൈന്ദവ സമുദായത്തിലെ ആൾമാർ കൊണ്ടുവന്നതായ നീചമായിട്ടുള്ള സമ്പ്രദായല്ലേ? അതിണ്ട് യാർച്ചിലാര നടക്കരുത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേത്തിക്കര്, ബ്യാരി കമ്മ്യൂണിറ്റിയിലേത്തിക്കർ. ആണും പെണ്ണും മഞ്ഞൾ തേച്ചിട്ട് മഞ്ഞൾ ഡ്രസ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയുടെ എതിരിൽ കുണിയിരത്, സോഷ്യൽ മീഡിയയുടെ എതിരിൽ വൈറൽ ആക്കരുത്. ഇത്രക്കും നീചമായിട്ടുള്ളതായ സമ്പ്രദായ. ഒരു ഭാഗത്തില് മങ്ങിലാവുടേതായ പ്രായ കഴിഞ്ഞിട്ട് 30, 35, 40 വർഷം എത്തിയതായ പെൺമക്കളെ അബ്ബമാർ കണ്ണീരെടുക്കുമ്പോ ഈ ശാപത്തിന് ആരായിത്തിക്കറ് ചുമക്കുന്നത്? ഇത് കാരായിത്തിക്കറാറ് ഉത്തരവാദി? പടച്ച റബ്ബ് ബിടുവാ.
അതുകൊണ്ട് നിന്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഞങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാം ഇതൊക്കെ പ്രോത്സാഹന തണ്ടില്ലേ. ഇങ്ങനെ ആരെങ്കിലും ഇസ്ലാം ഒരു പേരിൽ ആക്കുന്നുണ്ടെങ്കിൽ അങ്കും ഇസ്ലാമുക്ക് യാതൊരു സംബന്ധം ഇല്ല. ഇസ്ലാം സുന്ദരമായിട്ടുള്ള മതമായിത്തിക്കര്, ഇസ്ലാം അള്ളാഹുര മതമായിത്തിക്കര്, ഇസ്ലാമുരെ വിധിവിധാനങ്ങൾ തീരുമാനിച്ചവണ് പടച്ചറപ്പായിത്തിക്കറ, അത് സുന്ദരമായിത്തിക്കര്. ആ ഖുർആനുകും സുന്നത്തുകും മടങ്ങണു ചെന്തൈത്തിക്കര് ചൊല്ലുള്ളത് മാത്രല്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലെ എത്ര ജാഗല് സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗ തരീഖും ഫിൽ ജന്ന സ്വർഗ്ഗത്തിലുള്ള മാർഗത്തിലെ പടച്ച റബ്ബ് നമുക്ക് കാട്ടിത്തണ്ട. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറ നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 3-ാമത്തെ അധ്യായ സൂറത്ത് ആൽ ഇമ്രാൻ നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായ സൂറത്തു നിസാ നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായ സൂറത്ത് മാഇദ നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 6-ാമത്തെ അധ്യായ സൂറത്ത് അൻആം നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 7-ാമത്തെ അധ്യായ സൂറത്ത് അഅറാഫ് നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 8-ാമത്തെ അധ്യായ സൂറത്ത് അംഫാൽ നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 9-ാമത്തെ അധ്യായ സൂറത്ത് തൗബ നോക്കിയെങ്കിൽ, വിശുദ്ധ ഖുർആൻ 10-ാമത്തെ അധ്യായ സൂറത്ത് യൂനുസ് നോക്കിയെങ്കിൽ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ എത്ര അധ്യായത്തില്, വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനായിട്ട് ജീവിക്കുക, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുക, യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കുകയുള്ളതായ മാർഗം നമുക്ക് റബ്ബ് എത്ര ലളിതമായിട്ട് കാട്ടിത്തണ്ട. ഉദാഹരണ സമയത്ത് പടച്ച റബ്ബ് നമുക്ക് കാട്ടിത്തണ്ട. ആയെങ്കില ഞങ്ങളെ സമുദായത്തിലുള്ള സഹോദരന്മാർ സഹോദരിമാർ ബാലക്കാർ തിങ്ങ ഇത് പഠിക്കുക തയ്യാറാവില്ലേ? ഖുർആൻ പഠിക്കുക തയ്യാറാവില്ലേ? ഖുർആൻ പഠിപ്പാട്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിനെ എത്തുപാട്ടതായ ഇതുപോലത്തതായ പ്രോഗ്രാമുകൾ തടയിടാറ്, ബണ്ടതായ ആൾമാരെ തടയിടാറ്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സലഫിരങ്ങളെ പ്രോഗ്രാമുകൾ പോകുത്തിര ഇണ്ട് തോല. നിങ്ങൾ നോക്കറോ, ഏതെങ്കിലും ഒരു സ്റ്റേജില് ഏതെങ്കിലും ഒരു ജാഗല് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്തതായ, ദീനുൽ ഇസ്ലാം അറിയിക്കാത്തതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിക്ക് എതിരായിട്ട് സ്വഹാബത്തിന്റെ മാർഗത്തിക്ക് എതിരായിട്ട് ഒരേ ഒരു വിഷയം ചെന്നത് കാണുക സാധ്യമുണ്ടാ? ഒരു കള്ളക്കച്ചയില്ല, ഒരു കള്ള കറാമത്തില്ല, ഒരു കട്ടുകച്ചയില്ല, ദീനിൽ ഇല്ലാത്തതായ ഒന്നുമില്ല. എല്ലാം ദീൻ പഠിപ്പിച്ചതായ നിലക്ക്, ഹക്കായ നിലക്ക് ഇസ്ലാമിലെ നൈജമായിട്ടുള്ളതായ സന്ദേശ എത്തുപാട്ടതായ ഒരേ ഒരു ഉദ്ദേശം മാത്രമായി ചിക്കറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ചെന്നതല്ലേ? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, നന്റെ സമുദായത്തില് നന്റെ ഉമ്മത്തില് എല്ലാരും സ്വർഗ്ഗത്തിക്ക് കടക്കുവാർ. ഇല്ലാ മൻ അബാ വിട്ടു, അബാ അവർക്കും സ്വർഗ്ഗത്തിക്ക് കടക്കല. അങ്ക് സ്വർഗ നിഷിദ്ധമായി തിക്കർ, അങ്ക് സ്വർഗ ഹറാമായി തിക്കർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചെന്നപ്പോ ഈമാൻ കൊണ്ടുത്തു നിറഞ്ഞതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പേടിച്ചാർ, അങ്ങ് ഭയഭീതിയിലായാർ. അങ്ങ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊട്ടിಗೆ കേട്ടാർ, യാ റസൂലല്ലാഹ് വമൻ യഅബ യാ റസൂലല്ലാഹ്, ആരായിത്തിക്റാർ നബിയെ അബ. ഇത്രയും നിർഭാഗ്യമുള്ളതായ ഭാഗ്യം കെട്ടുപോയതായ എല്ലാരും സ്വർഗത്തിക്ക് കടക്കുമ്പോ സ്വർഗത്തിക്ക് കടക്കുക ഭാഗ്യമില്ലാത്തതായ നിർഭാഗ്യമുള്ളതായ ഇത്രയും നന്ദി കെട്ടതായ ആൽമാർ ആരായിത്തിക്റാർ നബിയെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് നോക്കുറുണിങ്ങ അല്ലാഹുവിന്റെ റസൂലിന്റെ പലക്കണിങ്ങ നോക്കറു. മൻ അതാനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. ആരായിത്തിക്റാറ് നന്നെ അനുസരിക്കുന്നത്, നന്റെ മാർഗത്തിനെ പിൻപറ്റിയത്, നന്റെ ചര്യരെ ആരായിത്തിക്റാറ് പിൻപറ്റിയത്, നാ ചെന്നതുപോലെ ആരായിത്തിക്റാറ് കേട്ടത്. അങ്ങ് ദഖലൽ ജന്ന, അങ്ങ് സ്വർഗത്തിക്ക് കടന്നാറ്. സ്വർഗത്തിക്ക് കടക്കുവാറുണ്ടല്ല, ദഖലൽ ജന്ന, അങ്ങ് സ്വർഗത്തിക്ക് കടന്നാറ്, കടന്നിട്ടായി. കാരണം അത്രയും പെർഫെക്റ്റ് ആയിത്തിക്കറ്,
ആര് അള്ളയും അവന്റെ റസൂലും ചെന്നത് അനുസരിച്ചിട്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ കാലത്തോളം ജീവിക്കുക ആർക്ക് സൗഭാഗ്യ കിട്ടിത്ത അങ്ങ് സ്വർഗത്തിൽ കടന്നാറ് ആര് ചെല്ലറേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ നസാനി ഫഖദ് അബാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് ആര് നന്നെ ധിക്കരിച്ചാനാ ആര് നന്റെ സുന്നത്തിക്ക് എതിരായിട്ട് ജീവിച്ചാനാ ആര് നാ കാട്ടിക്കൊടുത്തതായ മാർഗത്തിക്ക് എതിരായിട്ട് ജീവിച്ചാനാ അവനു അബായിച്ചിക്ര അവനു സ്വർഗത്തിക്ക് കടക്കല ആര് ചെന്നേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം وما ينطق عن الهوى إن هو إلا وحي يوحى 53-ാമത്തെ അധ്യായ സൂറത്ത് നജ്മിലെ ആയത്തെ ചിക്കർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നു ചെല്ലറണ്ടെങ്കില് അല്ലാഹുവിന്റെ വഹി മുഖാന്തരമായിട്ട് അല്ലാഹു അറിയിച്ചു കൊടുത്തത് മാത്രമായിത്തിക്കറ് അതല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വന്തം ഇഷ്ടത്തില് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ചെല്ലില്ല ചെന്ന് അല്ലാഹു പവിത്രമായിട്ടുള്ള ഖുർആനിൽ ചെല്ലറ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതേറ്റിക്കർ അപ്പൊ അതുകൊണ്ടു ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചര്യക്ക് എതിരായിട്ട് റസൂലിന്റെ സുന്നത്തിക്ക് എതിരായിട്ട് റസൂല് പഠിപ്പാട്ടിയതിക്ക് എതിരായിട്ട് ജീവിച്ചിട്ട് ഏത് സത്കർമ്മ ആക്കിയിട്ടെങ്കിലും അല്ലാഹു അത് അക്സെപ്റ്റ് ആക്കില്ല സഹോദരന്മാരെ അത് അല്ലാഹു ഖുർആനിൽ ചെന്നതേറ്റിക്കർ അല്ലാഹുവിന്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആനില് റബ്ബ് ചെന്നതയച്ചിക്കര് എത്ര അമലെടുക്കോർ ജാവും പൗലും നിങ്ങൾ നിസ്കരിക്കോർ ഒരു വർഷത്തിൽ ഇടി നോമ്പെടുക്കോർ ധാരാളമായിട്ട് ദാനധർമാക്കോറു സദക്ക കൊടുക്കോർ നിങ്ങ വർഷ ഹജ്ജിക്ക് പോറോ എത്ര വേണമെങ്കിൽ നിങ്ങൾ ഉംറ ആക്കോറോ എത്ര വേണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ വർക്ക് ആക്കോറോ ഏത് സത്കർമ്മ വേണമെങ്കിൽ നിങ്ങൾ ആക്കോറോ അത് അല്ലാഹു സ്വീകരിക്കുന്നുണ്ടെങ്കില് അല്ലാഹു അത് അക്സെപ്റ്റ് ആക്കുന്നുണ്ടെങ്കില് പടച്ചറബ് നാളെ പരലോകത്തിൽ അതിക്ക് പ്രതിഫലം തരുന്നുണ്ടെങ്കില് ഖണ്ഡിതമായും അല്ലാഹു അതിക്ക് മാനദണ്ഡം വെച്ചിറ അല്ലാഹു അതിക്ക് ഷർത്ത് വെച്ചിറ അത് അല്ലാഹു ഖുർആനിൽ ചെന്നതായിത്തിക്കർ വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായ സൂറത്ത് അന്നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ നിങ്ങൾ നോക്കൂ സൂറ അന്നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് തുറന്നിട്ട് നോക്കാം അല്ലാഹുവിന്റെ ഖുർആൻ ആയിത്തിക്കർ ചെല്ലറത് എന്തായിത്തിക്കർ അല്ലാഹു ചെന്നേ മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ അല്ലാഹുവിന്റെ പലക്കൈത്തിക്കർ ലാ തബ്ദീല ലികലിമാത്തില്ലാ അല്ലാഹുവിന്റെ പലക്കത്തിൽ ഒരു ചേഞ്ചസ് ഇല്ല അല്ലാഹുവിന്റെ പലക്കത്തിൽ ഒരു തിദ്ദുപടിയില്ല അല്ലാഹുവിന്റെ പലക്ക ഹക്കായിത്തിക്കര് അല്ലാഹുവിന്റെ പലക്ക സത്യായിത്തിക്കര് അതിരാറ് നിഷേധിച്ചെങ്കില് അവന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാ അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ അല്ലാഹു ഐത്തിക്കർ ഖുർആനിൽ ചെല്ലത് സൂറത്ത് അന്നഹ്ൽ 16-ാമത്തെ അധ്യായ 97-ാമത്തെ ആയത്ത് എന്തായിത്തിക്കർ അല്ലാഹു ചെല്ലത് മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ ഒരാണാവട്ട് ഒരു പെണ്ണാവട്ട് അമലു സ്വാലിഹത്താക്കിയ നല്ല സത്കർമ്മ ആക്കിയ അവന് നിസ്കരിച്ച സകാത്ത് കൊടുത്ത നോമ്പെടുത്ത ഹജ്ജിക്ക് പോയ ഉംറ ആക്കിയ ദാനധർമാക്കിയ സോഷ്യൽ വർക്ക് ആക്കിയ ഏതെല്ലാം അമലു സ്വാലിഹത്തുണ്ട ഏതെല്ലാം സത്കർമ്മുണ്ട് അതെല്ലാം അവൻ ആക്കിയ ആണാവട്ട് പെണ്ണാവട്ട് എങ്ങനെ കണ്ടീഷൻ എന്തായിത്തിക്ക് അല്ലാഹു വെച്ച മാനദണ്ഡം എന്തായിത്തിക്കർ അവിടെ എത്തിക്കർ പോയിന്റ് മുഅ്മിനായ നിലക്ക് മാത്ര ഞങ്ങൾ സാധാരണ ചിലരുടേതായ ഒരു പലക്കുണ്ട് ഗുഡ്ഡക്ക് മണ്ണ് പുറത്ത പോലെ എന്തൊരു പായുതയില്ലേ ഞങ്ങൾ മുഅ്മിനല്ലെങ്കിൽ എന്താക്കിത്ത് പായുതയില്ലേ ഇനി ഞങ്ങൾ മരിച്ചെന്ന് പിന്നെ ഞങ്ങൾക്ക് പേനായിട്ട് ആരെന്തോ ആക്കിത്ത് പായുതയില്ല സഹോദരന്മാരെ ഞങ്ങൾ മുഅ്മിനല്ലാതെ മരിച്ചു പോയെങ്കിലേ അതല്ല ഞങ്ങൾ ചെല്ലത് അല്ലാഹുക്ക് മടങ്ങൊരു അല്ലാഹുവിന്റെ റസൂലുക്ക് നിങ്ങൾ മടങ്ങൊരു കല്ലറ പെറോല് പോയിരണ്ട ഗാഞ്ചത്തിര പെറോല് പോയിരണ്ട
അള്ളാഹു നിഷിദ്ധമാക്കിയതായ ഹറാമായ ഒരു പണിക്ക് പോയിരണ്ട, വ്യഭിചാരത്തിന് പിറവില് പോയിരണ്ട, അന്യ പെണ്ണിനെ ഹറാമായ നിലക്ക് നോക്കി പോയിരണ്ട, അതേപോലെ ഹറാമിന്റെ ഒരു മാർഗവും സ്വീകരിച്ചിരണ്ട. വ്യഭിചാരത്തുള്ളതായ പല മാർഗമുണ്ട്. അന്യ പെണ്ണരെ കണ്ണുകൊണ്ട് നോക്കരുത്, കണ്ണര് വ്യഭിചാരമായി തിക്കര്. അന്യ പെണ്ണരെ ശബ്ദ കാത് കൊണ്ടുത്തു ആഗ്രഹിച്ചിട്ട് കേക്കരുത്, കാതിരെ വ്യഭിചാരമായി തിക്കർ. ഹൃദയം കൊണ്ടുത്ത് ചിന്തിക്കരുത്, ഹൃദയത്തിലെ വ്യഭിചാരമായി തിക്കർ. അതേപോലെ ശരീരത്തിലെ ഏത് അവയവ കൊണ്ടുത്തു അതിക്ക് വേനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കില്, മൊബൈൽ എടുത്തിട്ട് മെസ്സേജ് ആക്കുന്നുണ്ടെങ്കില്, മൊബൈൽ വോയിസ് വിടുന്നുണ്ടെങ്കിലും അത് നാവുരെയും കൈരെയും വ്യഭിചാരമായി തിക്കർ. നാളെ പരലോകത്തിൽ അതൊക്കെ ഉത്തര ചലോണ് കഴിച്ചു വരും. ജീവിത ശൂന്യമായി തിക്കർ, ഇന്നല്ലെങ്കിൽ നാളെ തീരതായി തിക്കർ. ഇത്രയും ചുരുങ്ങിയതായ കാലാവധിയിൽ, ഈ ചുരുങ്ങിയതായ ആയുസിൽ, ഈ കാണ്ടതായ മർത്തിരയല് അത് ഉണങ്ങിത്ത് നെൽത്ത് പൂന്നിട്ട് ചീഞ്ഞിട്ട് ബെടക്കായിട്ട് പോന്നിട്ടെങ്കിൽ അതിക്ക് 4 പിടിക്കർ, 2 പിടിക്കർ, 3 പിടിക്കർ, 1 വാരം പിടിക്കർ, 14 പിടിക്കർ. മനുഷ്യന്റെ അത്രയും ഇല്ല. ഇണ്ട് നാണ് മരിച്ചെങ്കിൽ നാളെ മോന്തിക്ക് മുന്നോളൂ നന്റെ മയ്യത്തിരെ ഖബറിന്റെ ഉൾക കൊണ്ടുപോയിട്ട് വെച്ചില്ല നന്റെ റായത്തിൽ ആൾമാർക്ക് നിക്കോക്കു സാധ്യല്ല. അത്രയും വാസനിച്ചിട്ട് നിക്കോക്കു സാധ്യല്ല. നന്റെ പെഞ്ഞായി സമയത്ത നന്റെ ഒട്ടികയിന്ന് നന്നെ കൂട്ടുപിടിച്ചതായ നന്റെ പെഞ്ഞായും ചൊല്ലുവാറ് ഒർക്ക കൊണ്ടുപോയിട്ട് ദഫനാക്കോറു. നന്റെ ഉമ്മ ചൊല്ലുവർക്ക് കൊണ്ടുപോയിട്ട് ദഫനാക്കോറു. നന്റെ ചങ്ങായിമാര് നാന് മരിച്ചെങ്കിൽ അർജന്റ് ആക്കുവാറ്. എത്ര അർജന്റ് ആക്കു തീർ അത്ര അർജന്റ് ആക്കുവാറ്. നന്റെ കുടുംബക്കാർ, നന്റെ സഹോദരന്മാർ, നിങ്ങളെയും പരിസ്ഥിതി ഇതേപോലെ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ മരിച്ചെങ്കിൽ മലക്കുൽ മൗത്ത് അള്ളാഹുരെ തീരുമാന പ്രകാരം നിങ്ങൾ ആത്മാവുരെ റൂഹുരെ പിടിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര പിരിച്ചപ്പെട്ട ആൾമാർ നിങ്ങൾ ഇല്ലാതെ ജീവിക്കു സാധ്യയില്ല ചെന്ന് തീരുമാനം എടുത്തതായ ആൾമാർ പിന്നെ കേൾക്കുന്നതായ പലക്കമുണ്ടോ? മയ്യത്തരെ പൈത്തിക്കര് കുളിപ്പാട്ട്, മയ്യത്തര എത്ര ഗണ്ട കഴിച്ചിക്കര് ദഫനാക്കര്, ഏത് പള്ളി കഴിച്ചിക്കര് മയ്യത്ത് കൊണ്ടുപോണ്ടേ, ഏത് കബർസ്ഥാൻ കഴിച്ചിക്കര് മയ്യത്ത് കൊണ്ടുപോണ്ടേ. അർജന്റ് ആക്കോറോ, ലേറ്റ് ആക്കിരണ്ട. അങ്ങവും ഞങ്ങളെ കബുർക്ക് കടുത്തിരതിൽ അർജന്റ് ആക്കറേ. ഇതൈത്തിക്കര് സഹോദരന്മാരെ, മരണ, ഈ മരണത്തിലെയും ഈ ജീവിതത്തിലെയും ഇടയിലുള്ള ഈ ആയുസ് എത്ര ചുരുങ്ങിയതൈത്തിക്കർ, എത്ര ചുരുങ്ങിയതൈത്തിക്കർ. അതല്ലേ ഇത് ഞങ്ങൾ ദൂർത്തടിക്കുള്ളതല്ല, ഇത് ഇസ്രാഫാക്കുള്ളതല്ല, ഇത് കൊല്ല അടിക്കുള്ളതല്ല, ഇത് കലവ് ചൊല്ലുള്ളതല്ല, ഇത് ഡോങ്കിയാക്കുള്ളതല്ല, ഇത് വഞ്ചനാക്കുള്ളതല്ല, ഇത് വ്യഭിചാരത്തുള്ളതല്ല, ഇത് ഗാഞ്ചത്തിന്റെ പിറവിൽ പോകുള്ളതല്ല. അതുപോലെയുള്ളതായ നശ അമലു പദാർത്ഥത്തിന്റെ പിറവിൽ പോയിട്ട് അള്ളാഹു ഞങ്ങൾക്ക് തന്നെ അമൂല്യത്തിൽ നിന്ന് അമൂല്യമായിട്ടുള്ള ഇത്ര വലിയതായ ബലക്കെട്ടുകു സാധ്യമില്ലാത്തതായ ഞങ്ങളെ ലൈഫിന് ഞങ്ങളെ ജീവിതത്തിന് ദൂർത്തടിക്കുള്ളതല്ല. ഇതൊക്കെ എന്തെങ്കിലും ഡാമേജ് ആയെങ്കിലേ അപ്പ പിടിയാവൂ സഹോദരന്മാരെ ആരോഗ്യത്തിന് ബല. കഴിഞ്ഞ വെള്ളിയാസനാണ് ഖുത്ബക്ക് ഭർത്താവുടെ സന്ദർഭത്തില് ഒരു സഹോദരൻ വിളിച്ചിട്ട് ചെല്ലു, ഉസ്താദേ നന്റെ മൂത്തോണ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ക്രോസ് ആയിട്ട് KMCയില് ലാസ്റ്റത്തെ സ്റ്റേജിലെത്തിക്കര് ഡോക്ടർമാർ കൈബുഡ്രതായ അവസ്ഥയിലെത്തിക്കര്. എന്റെ മൂത്തോണ് ചൈക്കരണ്ടെങ്കിൽ ഉസ്താദേ ഞങ്ങൾ എത്ര കോടി ചെലവാക്കുന്ന റെഡിയുള്ള ഞങ്ങൾ അക വിത്തിത്ത് പോയെങ്കിലും ഞങ്ങൾക്കുള്ളതായ എത്ര ബലബണ്ടതായ ലാൻഡ് എക്കര കണക്കിനുള്ളത് വിട്ടിട്ട് പോയെങ്കിലും സാരയില്ല, ഞങ്ങളെ മൂത്തോണക്ക് മേനായിട്ട് ഞങ്ങൾ കൊടുക്കുക റെഡിയുള്ള ഉസ്താദ്. മൂത്തോന്റെ ആയുസ് ഒന്ന് തിരിച്ചു കിട്ടുക മേനായിട്ട് നിങ്ങൾ ദ്വാരക്കൊറു ചെന്നിട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കൊറു. ഈ പരിസ്ഥിതി ഞങ്ങൾക്കും നിങ്ങൾക്കും ബറകു തീരാണ്ടെന്തേ ഇത് വന്നു പോയിട്ടെങ്കിലും മരിച്ചു പോയിട്ടെങ്കിൽ നാളെ പരലോകത്തേക്ക് എന്തൈത്തിക്കർ ഞങ്ങൾ ഒട്ടിക്കുള്ളത്? അതൈത്തിക്കർ അള്ളാ ചെല്ലുന്നത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ അവന് അമലു സ്വാലിഹത്താക്കിയ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ നിലക്ക് അല്ല ഇഷ്ടപ്പെട്ടതായ നിലക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അല്ല ചെന്നതായിത്തിക്കര് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. സുബ്ഹാനല്ലാഹ്, അല്ല ചെന്നതായിത്തിക്കര് അല്ലാഹുവിന്റെ വാഗ്ദാനം ആയിത്തിക്കര്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, പടച്ച റബ്ബ് ഒരിക്കലും വാഗ്ദാനത്തിന് ലംഘനാക്കറവനല്ല റബ്ബു. ആ റബ്ബായി ചിക്കറി ചെല്ലുന്നത് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഏറ്റവും നല്ല ലൈഫ് നിങ്ങൾക്ക് ഞാൻ തരുവേ ദുനിയാവുൽ.
ഈ ദുനിയാവിലെ നല്ല ലൈഫ് നിങ്ങൾക്ക് നാണ് തരുവേ. ടെൻഷൻ ഇല്ലാത്ത, ബേജാറില്ലാത്ത, മക്കളെ കൊണ്ടുത്തു, കുടുംബം കൊണ്ടുത്തു, പെഞ്ഞായിരെ കൊണ്ടുത്തു, അബ്ബരെ കൊണ്ടുത്തു, ചങ്ങായിമാരെ കൊണ്ടുത്തു, ബാണിയെ കൊണ്ടുത്തു, ടെൻഷൻ ഇല്ലാത്ത, സംതൃപ്തി ഉള്ളതായ, ഐശ്വര്യമുള്ളതായ ലൈഫ് നിങ്ങൾക്ക് നാണ് തരുവേ. ആറ് ചിലരെ ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലിക്കുന്നതായ പടച്ചറബ് മാത്രല്ല, അത് മാത്രല്ല, പരലോകത്തില് ഉടകത്തീരില്ല അല്ല ചെല്ലുന്നത് വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ദുനിയാവില് നല്ല ലൈഫ് അങ്കാണ് കൊടുക്കുക, ഐശ്വര്യത്തിന് കൊടുക്കുക. അത് മാത്രല്ല, അങ്ങ് മരിച്ചിട്ടായെങ്കിൽ ശാശ്വതമായിട്ടുള്ള പാരതീകമായിട്ടുള്ള ലോകത്തില് വലനജിസിയന്നഹും അജ്റഹും അങ്കുള്ളതായ പ്രതിഫല കൂലിരനങ്ങ് കൊടുക്കുക. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അങ്ങ് പ്രവർത്തിച്ചത് അനുസരിച്ചിട്ട് ഏറ്റവും നല്ലതായ പ്രതിഫല ഒരാൾക്കും ഒരു മഖ്ലൂക്കും കൊടുക്കുക സാധ്യമില്ലാത്തതായ, കണക്കില്ലാത്തതായ, ധാരാളമായിട്ടുള്ളതായ പ്രതിഫല അല്ലാഹു തരുവ. അല്ലാഹുര വാഗ്ദാനം, ലഇൻ ശകർതും ലഅസീദന്നകും. കുറെ റിക്ഷയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ടോ, കുറെ ഗാഡിയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ടോ, ലോറിയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയത് കൊണ്ട് കാര്യമില്ല, അതിലൊന്ന് ചിന്തിക്കോ. നിങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലിക്കുന്നതായ പടച്ചിറപ്പ് നിങ്ങൾ ശുക്രാക്കിയാറുണ്ടെങ്കില്, അവനുക്ക് നിങ്ങൾ മടങ്ങിയാറുണ്ടെങ്കില്, അവന് ചെന്നതുപോലെ അനുസരിച്ചാറുണ്ടെങ്കില്, അവന്റെ കലാമുക്ക് ഖുർആനുക്ക് നിങ്ങൾ മടങ്ങിയാറുണ്ടെങ്കില്, ഈ കലിമത്ത് തൗഹീദ് നിങ്ങൾ മടങ്ങിയാറുണ്ടെങ്കില് ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും, അതിന്റെ തഫ്സീറിൽ കാണ്ട് ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും പടച്ചോണ് എത്രയും അല്ലാഹു മാത്രം അതിന്റെ കണക്ക് പിടി, അത്രയും നിങ്ങൾക്ക് അല്ലാഹു ബാരിക്കോരി തരുവ. അല്ലാഹുവിന്റെ ഖസാന വിശാലമായിത്തിക്കറ, അല്ലാഹു റാസിഖായിത്തിക്കറ, അല്ലാഹു ജബ്ബാറായിത്തിക്കറ, അല്ലാഹു മാലിക്കായിത്തിക്കറ, അല്ലാഹു മാലിക്കുൽ മുലൂക്കായിത്തിക്കറ, രാജാക്കന്മാരെ രാജാവായിത്തിക്കറ പടച്ചറബ്. ആ റബ്ബറെ ഖസാനൽ എന്ത് കൊറോടി അയച്ചില്ല, എന്ത് കഴിച്ചിക്കറ്. അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് അങ്ങളെ മധ്യവർത്തിയാക്കരുത്, ഖബറിവിടെ പോയിട്ട് സുജൂദിടരുത്, അവിടെ നേർച്ച ബലിദാനാക്കരുത്, അങ്ങളെ ആശ്രയ ആഗ്രഹിക്കരുത്. അല്ല ചെന്ന് ഉദൂനി നണ്ടൊട്ടിക്ക് നിങ്ങൾ കേക്കൊരു തേടൊരു ദ്വാരക്കൊരു അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് നാണ് ഉത്തര തന്തേ തീരുവേ. അല്ല ചെന്ന് അർത്ഥം എന്താ, നിങ്ങൾക്ക് നാണ് ഉത്തര തന്തേ തീരുവേ. ആ റബ്ബുരെ കൽപ്പന ധിക്കരിച്ചിട്ടല്ലേ സഹോദരന്മാരെ ഉണ്ട്. അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കണായ, പടച്ചിറപ്പുക്ക് മാത്രം ആരാധിക്കണായ, പടച്ചിറപ്പുക്ക് മാത്രം സുജൂദിടനായ, സാഷ്ടാംഗടനായ അള്ളാഹുരെ പള്ളിയിൽ പോലും അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് തേടരുത്. എത്ര ഖേദകരമായി തിക്കർ, എത്ര ഭീകരമായി തിക്കർ, എത്ര വല്ല അക്രമമായി തിക്കറത്. അല്ലാഹു ഖുർആനിൽ 75-ാമത്തെ അധ്യായ സൂറത്ത് ജിന്നിൽ റബ്ബ് ചെന്ന വഅന്നൽ മസാജിദ ലില്ലാഹ്, എല്ലാ പള്ളിയും സലഫി പള്ളി മാത്രല്ല, എല്ലാം അല്ലാഹുവിന്റെ പള്ളിയായിട്ടിക്കർ. ഈ ബംഗര പരിസരത്തിൽ എത്ര പള്ളിയുണ്ടാ, ഈ പള്ളി എല്ലാം അല്ലാഹുവിനതായിട്ടിക്കർ, അല്ലാഹുക്ക് വേനായിട്ട് വഖഫാക്കിയതായിട്ടിക്കർ, പടച്ച റബ്ബുടെ സ്വത്തായിട്ടിക്കർ. ഇത് ആരും ഇതിൽ അവകാശം ഇല്ല. ആ പള്ളിയുടെ വിഷയത്തിക്കർ പടച്ചോണ് ചെല്ലത്, ഇതെല്ലാം അല്ലാഹുവിനതായിട്ടിക്കർ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹു ചെന്ന ആ പള്ളിയിൽ അത് നിന്റെ ഭവനമായി തിക്കർ, അല്ലാഹുവിനെ തിക്കർ. അല്ലാഹു അല്ലാതെ ഒരു മഖ്ലൂഖിനെയും നിങ്ങൾ വിളിച്ചിട്ട് തേടണ്ട. ധിക്കരിച്ച ഞങ്ങൾ പടച്ച റബ്ബുരെ കൽപ്പനരെ പള്ളിയിലെ ലൈറ്റ് ബന്ധാക്കിയിട്ട് ലൈറ്റ് പൊളിച്ചിട്ട് ബായിലിട്ട് ചിമ്മല് വിളിച്ച ഞങ്ങൾ തേടിയ അല്ലാഹുരെ മറന്നുപോയാ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുക്ക് മടങ്ങൊരു, ഖുർആനുക്ക് മടങ്ങൊരു, സുന്നത്തുക്ക് മടങ്ങൊരു. ഈ ഒരു സന്ദേശം മാത്രം എത്തിക്കര്. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് കാലത്തിലും നിങ്ങളൊട്ടിക്ക് ചെന്നുകൊണ്ടുള്ളത്. ആരെ കുടുംബത്തെ വിഷയം എടുത്തിട്ടില്ലേ, ആരെ പേഴ്സണൽ മാറ്റർ എടുത്തിട്ടില്ലേ, ആരെ ബിസിനസ്സിന്റെ വിഷയം എടുത്തിട്ടില്ലേ, ആരെയും വൈയക്തികമായിട്ട് നിന്ദനാക്കിത്തില്ലേ. ഞങ്ങൾ എല്ലാവരും ഒട്ടിಗೆ സ്വർഗത്തുക്ക് പോണു ചെല്ലുന്നതായ ഒരേ ഒരു സന്ദേശം മാത്രം എത്തിക്കര് ഈ സമയത്തിൽ തന്നത്. അൽഹംദുലില്ലാഹ്. ഈ ബംഗരരെ കടവിന ബലില് ഈ ഖുർആനിന്റെ സന്ദേശ എത്തുപാട്ടുക്ക് ബനായിട്ട് ഇവിടെ സ്റ്റേജ് ഒരുക്കിത്ത് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് സിറ്റി യൂണിറ്റ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ, അല്ലാഹു ഇത് കബൂലാക്കട്ടെ. ഇതൊക്കെ തടി കൊണ്ട് അധ്വാനിച്ച ചെമ്മ ബാലക്കാറുള്ളാറ്, ഈ ഇവിടുത്തെ ആൾമാറും ഇവിടുത്തെ പരിസരത്തെ ആൾമാറും സമ്പത്ത് കൊണ്ട് ചെലവാക്കിയ ആൾമാറുള്ളാറ്,
പടച്ച റബ്ബ് എല്ലാവർക്കും തക്കതായ പ്രതിഫല റബ്ബ് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖൈറ് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ഈ ഭയങ്കര പരിസരത്ത് ഹിദായത്തിലെ വെളിച്ചത്തെ റബ്ബ് ഇട്ട് കൊടുത്തിട്ട് ഖുർആനിനെയും സുന്നത്തിനെയും നൈജമായ സന്ദേശ ഈ ഭയങ്കര പരിസരത്തുള്ളതായ പ്രതി ഒരു ഔത്തുകും മൂലക്ക് അള്ളാഹു എത്തുപാട്ടി കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ സഹോദരന്മാരുള്ളാർ, ഞങ്ങളെ MG മുഹമ്മദാക്ക, അബുച്ച, അതേപോലെ നസീറാക്ക, ഇങ്ങനെ ചെമ്മെ ഇതൊക്കെ നേതൃത്വ വഹിച്ച ഇസ്മായിൽ സാഫി, ചെമ്മെ ഞങ്ങളെ സഹോദരിമാരുള്ളാർ അതേപോലെ മരിച്ചു പോയിരാർ. അങ്ങ് ബർസഖിയായ ലോകത്തിലുള്ളാർ ഒരു കാലഘട്ടത്തിൽ ഈ തൗഹീദിന്റെ സ്റ്റേജിൽ നിന്ന് സബ്ജിച്ച ആൾമാറായിച്ചിക്കാർ. അള്ളാഹുവെ ഞങ്ങൾ ആഖിറ നീ ബെൽച്ചാക്കിയത് കൊടു റബ്ബേ, ഞങ്ങൾ ആഖിറ നീ ബെൽച്ചാക്കിയത് കൊടു റബ്ബേ, ഞങ്ങളെ ഖബറിനെ നീ സ്വർഗത്തിലെ തോപ്പാക്കി കൂടെ അല്ലാഹ് അങ്ങലെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ കാണുക നീ തൗഫീഖ് താ. അതേപോലെ ലാസ്റ്റ് ചെല്ലകുള്ളത് ഇതേ ബണ്ടേ ജനുവരി 11 താരീഖിക്ക് ഇൻഷാ അല്ലാഹ് തലപ്പാടിയിലുള്ള ദാറുൽ ഉലൂം ഉമൻസ് അറബി കോളേജിലെ സനദ് ദാന മഹാസമ്മേളന ജനുവരി 11 താരീഖിക്ക് മസ്ജിദുൽ അബ്രാറിന്റെ മുട്ടത്തുള്ളതായ മസ്ജിദുൽ അബ്രാർ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കരു വൺ ഡേ പ്രോഗ്രാം എത്തിക്കരു. സുബൈഗ് ഒലിമ്പരെ പിടിച്ചിട്ട് 12.5 ഗಂಟത്തോളം പെണ്ണിങ്ങളെ പ്രോഗ്രാം എത്തിക്കരു. ഉച്ചക്ക് 2 ಗಂಟೆ പിന്നെ അസർത്തോളം പേരൻസിക്ക് മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ളതായ മോട്ടിവേഷൻ ക്ലാസ് കേരളത്തിലും പുറത്തിലും അറിയപ്പെട്ട പ്രഗത്ഭ കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിലെ നിച്ചാഫ് ടൂർത്തിലെ പ്രഗത്ഭ പണ്ഡിതനായിട്ടുള്ളതായ ജുബൈർ പീഡിയക്കലിന്റെ മോട്ടിവേഷൻ ക്ലാസിക്കറ് അസറിന്റെ പിന്നെ പബ്ലിക് പ്രോഗ്രാം എത്തിക്കറ് സനദ് ദാന കാര്യക്രമം എത്തിക്കറ് അതിലെ ചെയർമാൻ മൂസ തലപ്പാടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ ആ ഒരു പ്രോഗ്രാമുകോ ബഹ്റൈൻ്റെ ഗ്രാൻഡ് മാസ്കോ പള്ളിയുടെ ഖത്തീബ് ഷേഖ് സുൽത്താൻ ഷഹീദ് ബിലാൽ ഭാഗവഹിച്ചറ് 20 മക്ക ആലിമത്താക്കിത്ത് അള്ളാഹുരെ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് ഇസ്ലാമിലെ ശരീഅത്ത് അനുസരിച്ചിട്ടുള്ള ഇൽമു പഠിച്ചിട്ട് അസൽമിയ ചെല്ലതായ ബിരുദ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് 2ാമത്തെ ബാച്ച് ആലിമത്തായിട്ട് സമുദായത്തിക്ക് കൊടുക്കുള്ളതായ ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾ കാണുക പോണ്ടത്. ഇതൊക്കെ എല്ലാത്തുക്കും നിങ്ങൾ പാൽകൊള്ളണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.